നമസ്കാരം. മൂന്നാർ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥ റിപ്പോർട്ട്. പരിസ്ഥിതിയും ജനവാസ പ്രശ്നങ്ങളും ഒരേ സമയം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗം വിലയിരുത്തിയത്. മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയും ഒപ്പം വീട് നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിനുള്ള ജില്ലാ കളക്ടറുടെ ഡെപ്യൂട്ടി കളക്ടറുടെ അധികാരം വികേന്ദ്രീകരിക്കാനുമുള്ള തീരുമാനം ഇന്ന് ഉന്നത തലയോഗത്തിൽ എടുത്തു. മൂന്നാർ ശാന്തമാണോ, മൂന്നാർ തൃപ്തരാണോ എന്നറിയുന്നതിന് വേണ്ടിയാണ് എൻ്റെ ചോര തിളക്കുന്നു എന്ന പരിപാടി ഇവിടെ എത്തി നിൽക്കുന്നത്. ഇടുക്കിയിലെ ഭൂമി പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക അവലോകന യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ഇടുക്കിയിലെ ജനങ്ങളെ മുന്നിൽ കണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക. കയ്യേറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. ഇവർക്കെതിരെ നിർദാക്ഷിണ്യം നടപടിയുണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കയ്യേറ്റം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. കയ്യേറ്റക്കാർക്ക് നേരെ നിർദാക്ഷിണ്യം നടപടിയെടുക്കും. എന്നാൽ നൂറ്റാണ്ടുകളായി ഇത്തരം ഭൂമിയിൽ താമസിച്ചു വരുന്നവരെ കയ്യേറ്റക്കാരായി കാണില്ല, പിണറായി വ്യക്തമാക്കി. നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരെ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നും എടുക്കില്ല. അത് പ്രചരണം കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ കയ്യേറ്റക്കാരായിട്ട് വരുന്നവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ എടുക്കും. വീട് വെക്കാനുള്ള അനുമതി നൽകാനുള്ള ദേവികുളം സബ് കളക്ടറുടെ അധികാരം വികേന്ദ്രീകരിക്കും. എന്നാൽ സബ് കളക്ടറെ മാറ്റുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഭൂപ്രകൃതി കണക്കിലെടുത്ത് മാത്രമേ മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടൂ. ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള റിസോർട്ടുകൾ മാത്രം മൂന്നാറിൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തോന്നിയ പോലെ താമസ സൗകര്യം ഏർപ്പെടുത്തിയാൽ അത് തന്നെ പിന്നീട് വിനിയായിട്ട് മാറും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് എന്നും കണ്ടിട്ടുണ്ട്. എസ് രാജേന്ദ്രൻ MLA റവന്യൂ മന്ത്രിക്കെതിരെ ഒരു മോശം പരാമർശവും നടത്തിയിട്ടില്ല. MLAക്ക് പ്രദേശത്ത് കയ്യേറ്റമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പട്ടയഭൂമിയിലാണ് താമസിക്കുന്നതെന്നായിരുന്നു പിണറായിയുടെ മറുപടി. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പലതും സൃഷ്ടിക്കപ്പെടുകയല്ലേ, അതാണല്ലോ വസ്തുത. രാജേന്ദ്രൻ്റെ വീട് പട്ടയഭൂമിയിലാണ് നിൽക്കുന്നത്. അത് നേരത്തെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഏപ്രിൽ 30-നകം ഇടുക്കിയിലെ പട്ടയ വിതരണം പൂർത്തിയാക്കുമെന്നും പിണറായി വിജയൻ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം CPI ജില്ലാ സെക്രട്ടറി മുത്തുപാണ്ഡി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, ADMK നേതാവ് സൂട്ടുസ്വാമി തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം തന്നെ എസ് രാജേന്ദ്രൻ MLA ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും മറ്റ് ജനനേതാക്കളും എല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം CPM-ന്റെ തന്നെ അഭിപ്രായം തേടാം. തൃപ്തികരമായ വിധത്തിലാണോ ഇപ്പോൾ സർക്കാർ ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിനകത്തുണ്ടായിരിക്കുന്ന തീരുമാനങ്ങളിൽ ഞങ്ങൾ തൃപ്തരാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഇതെങ്ങനെ നടപ്പിലാക്കുന്നുവെന്ന് ഞങ്ങൾ കാത്തിരുന്ന് കാണും. അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. സേനാപതി, താങ്കളുടെ കാഴ്ചപ്പാടിൽ മൂന്നാറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. പിന്നെന്താണ് ചെയ്യേണ്ടത്? മൂന്നാറിൽ കുറച്ചുകൂടി ഒരു മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കുറച്ചുകൂടി ഭാവിയെ മുന്നിൽ കണ്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മൂന്നാർ തിരികെ പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സർക്കാരിന്റെ തന്നെ റിപ്പോർട്ട് നിലനിൽക്കെ മൂന്നാർ തിരികെ പിടിക്കണം. എങ്ങനെ? മൂന്നാർ തിരികെ പിടിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം ഇവിടെ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായിട്ട് കാണാം. 1 സെന്റും 2 സെന്റും കൈവശം വെച്ചിരിക്കുന്ന പാവപ്പെട്ടവർ അവരല്ല ഇവിടുത്തെ കയ്യേറ്റക്കാർ. അവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളും ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാനായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. അതിനുപരിയായി മൂന്നാറിന് താങ്ങാവുന്നതിലപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു റിസോർട്ടുകളുടെ ബാഹുല്യം. ദയവായി തുടരുക. എസ് രാജേന്ദ്രൻ MLA ടെലിഫോൺ ലൈനിൽ. എസ് രാജേന്ദ്രൻ, താങ്കൾ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ MLA എന്നുള്ള നിലയിൽ പങ്കെടുത്തയാളാണ്. ഇന്ന് എടുത്ത തീരുമാനങ്ങൾ മൂന്നാറിൽ സമീപകാലത്തുണ്ടായ അസ്വസ്ഥതകൾ പൂർണ്ണമായും പരിഹരിക്കുന്നുണ്ടോ? തീർച്ചയായും പൂർണ്ണമായി പരിഹാരം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നടപടിക്രമങ്ങൾ മാത്രം തുടങ്ങിയാൽ മതി. അതുകൊണ്ട് ഇനി ആശങ്കയ്ക്ക് ഇടയില്ലാത്ത വകയിൽ ഭാവിയിൽ മൂന്നാർ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഇന്നുവരെയുള്ള മൂന്നാറിൽ എന്തൊക്കെയായിരുന്നു അതിനെന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിർദ്ദേശവും നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. താങ്കൾ കയ്യേറ്റ ഭൂമിയിലാണ് താമസിക്കുന്നത് എന്നത് സംബന്ധിച്ച ആരോപണത്തിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ? തീർച്ചയായും കാലഘട്ടത്തിലായി കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് 8 സെന്റ് പട്ടയമുണ്ട്. പട്ടയഭൂമിയിലാണ് എന്റെ വീട്. അതുകൊണ്ട്
ഇത് ചുമ്മാ ഈ രാഷ്ട്രീയമായിട്ട് പിന്നെ പ്രചരണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമല്ലേ. വളരെ വ്യക്തമായി കാണിക്കേണ്ട ആളുകളെയും ബോധ്യപ്പെടുത്തേണ്ട ആളുകളെയും രേഖസഹിതം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആർക്കും അക്കാര്യത്തിലും പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. ആളെ 4 കാലിലെ തിരിച്ചയക്കൂ എന്ന് താങ്കൾ പറഞ്ഞത് ഇപ്പോഴും സ്ഥിരീകരിച്ചു നിർത്തുന്നുണ്ടോ? അതായത് അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആളെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് സുരേഷ് കുമാറിനെയാണ്. അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. സബ് കളക്ടറെയോ റവന്യൂ മന്ത്രിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാതൃഭൂമി വാർത്ത വളച്ചൊടിച്ചതാണ്. അക്കാര്യത്തിൽ എനിക്ക് അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഞാൻ സുരേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞതാണ്. അവിടെ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. നാളെ എന്തെങ്കിലും പ്രശ്നം പുള്ളി ഉണ്ടാക്കിയാൽ അത് നടക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്നല്ല, അവിടുത്തെ നാട്ടുകാർ ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് ചെയ്തു എന്ന് വരാം. അതിൽ എനിക്ക് അതൊരു ബന്ധമില്ല. ആരെ സുരേഷ് കുമാറിന് 4 കാലിൽ നടന്നു പോകേണ്ടി വരും എന്നാണോ താങ്കൾ പറയുന്നത്? അതിൽ തുടരുന്നു താങ്കൾ? അതെ, അത് ഞാൻ പറഞ്ഞത് ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടറുടെ വണ്ടിയിൽ അദ്ദേഹം പോകേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങളിൽ ചില വിഭാഗവും എറണാകുളത്ത് ഇതിന്റെ പരിസ്ഥിതിക്കാരായ ചില ആളുകളും കലക്ടറേറ്റിലും RDO ഓഫീസിൽ ചില ആളുകളും ഇതിന്റെ പുറത്ത് സുരേഷ് കുമാർ പോലുള്ള ചില ആളുകളുടെ ഒരു ടീമും സബ് കളക്ടർക്ക് ഉപദേശം നൽകി ഇത്രയും വഷളാക്കുകയും സാധാരണക്കാരന് IAO കിട്ടുന്ന വീടിന് പോലും പട്ടയമുണ്ടെങ്കിലും കൊടുക്കാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും പത്രമാധ്യമത്തിലൂടെ പ്രചരണം ലഭ്യമാക്കുകയും ഇതിൽ ഭയങ്കര ഗേമനാണ് ഉദ്യോഗസ്ഥർ എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ച ശ്രമത്തിന്റെ പിന്നിൽ സുരേഷ് കുമാർ സുരേഷ് കുമാർ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ സർവീസിൽ ഉണ്ടാകില്ല. സ്വാഭാവികമാണ് സീനിയർ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജൂനിയർ ഉദ്യോഗസ്ഥനെ ഉപദേശിക്കുക എന്നുള്ളത്. ഉപദേശിക്കുന്നു എന്നുള്ളത് താങ്കളുടെ തോന്നലോ അല്ലെങ്കിൽ ആരോ പറഞ്ഞു കേട്ട അറിവോ ആണ്. അതേക്കുറിച്ച് പോലും വ്യക്തതയില്ല. അപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമനെ സുരേഷ് കുമാറാണ് ഉപദേശിക്കുന്നത് എന്ന അനുമാനത്താൽ താങ്കൾ പറയുന്നു ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ മൂന്നാറിൽ വന്നിനി തിരികെ പോയാൽ അദ്ദേഹത്തിന്റെ കാല് വെട്ടുമെന്ന്. പറയാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ട. ഞാൻ ചെയ്യും എന്ന് പറഞ്ഞില്ല. അതിനകത്ത് അങ്ങേറെ ഉപദേഷ്ടാവ് മാത്രമല്ല, ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണ നൽകി എന്നുള്ളത് തന്നെയാണ് ശരിയായ തെളിവ് സഹിതം. സബ് കളക്ടറുടെ വണ്ടിയിൽ സബ് കളക്ടർ പോകുന്നതിന് പകരം VRS വാങ്ങിച്ച് എനിക്ക് ജോലി വേണ്ട, എനിക്ക് IAS വേണ്ടെന്ന് പറഞ്ഞു പോയാലേ വണ്ടി കയറ്റി സിരിയലുമായിട്ട് വിടേണ്ട കാര്യം വല്ലതുണ്ടോ? അത്ര ആഴത്തിൽ അങ്ങേർക്ക് ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ. എല്ലാവരും പറഞ്ഞു സ്കൂൾ കുട്ടികളാണ്. പക്ഷെ ഞാൻ ആ ഫോട്ടോയും അയാൾ ഇരിക്കുന്ന ഇരിപ്പും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. അത് കാണുന്ന സാധാരണക്കാർക്കും അക്കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടാവും. അതുകൊണ്ട് താങ്കൾക്ക് കിട്ടിയ റീഡിംഗ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്താൻ പറ്റിയ നിഗമനവും എനിക്ക് കിട്ടിയ റീഡിങ്ങും ഇതാണ്. അപ്പം വെറുതെ പറയുകയല്ല, യൂഹാമുഖത്തിൽ പറയുകയല്ല, വളരെ വ്യക്തമായി അതിന്റെ രേഖാ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിന്റെ എല്ലാ കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ എനിക്ക് നിങ്ങൾ S. രാജേന്ദ്രൻ MLA കാല് വെട്ടും എന്നാണ് ക്ഷമിക്കണം, സുരേഷ് കുമാറിന്റെ കാല് വെട്ടുമെന്നാണ് S. രാജേന്ദ്രൻ MLA പറയുന്നത്. അക്കാര്യത്തിലൊരു തീരുമാനം എടുത്ത് നിൽക്കുക. ഞാൻ അതിനു മുമ്പ് CPI പ്രതിനിധിയോട് ചോദിക്കട്ടെ, താങ്കളുടെ പാർട്ടിയാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്നത്. ഈ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ദേവികുളം സബ് കളക്ടർ പ്രവർത്തിക്കുന്നത് ഈ പഴയ സർക്കാർ ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാർ, VRS എടുത്തുപോയ സുരേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് S. രാജേന്ദ്രൻ MLA പറയുന്നത് കേട്ടില്ലേ? എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം, ഇവിടെ സർക്കാർ ഉണ്ട്, LDF സർക്കാരാണ്, അതിന് മുഖ്യമന്ത്രി ഉണ്ട്, റവന്യൂ മന്ത്രി ഉണ്ട്. ആ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് സബ് കളക്ടറും ഉദ്യോഗസ്ഥന്മാരും നടപ്പിലാക്കേണ്ടത്. വേറെ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ റിട്ടയർഡ് ആയാലും മൂന്നാർ നശിപ്പിച്ച ഒരാളുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമില്ല. അതാണ് CPIയുടെ അഭിപ്രായം. ഇവിടെ CPMന്റെ നയം തന്നെയാണോ രാജേന്ദ്രൻ പറയുന്നത്? ഈ നാട്ടുകാർ കല്ല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കാർ കാല് തല്ലി ഓടിക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? സുരേഷ് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ മൂന്നാർ ദൗത്യം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുണ്ടായിട്ടുണ്ട്. അനധികൃതമായി എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങൾക്ക് മുഴുവൻ സർക്കാർ കോടതി വിധി പ്രകാരം നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാംകുമാർ സാറിന്റെ കെട്ടിടത്തിന് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി സുരേഷ് കുമാറാണ് അതിന് കേടുപാടുകൾ വരുത്തിയത്.
അതിന് നഷ്ടപരിഹാരം അന്ന് കൊടുക്കാൻ സുരേഷ് വേണ്ടി കുമാർ അല്ല കോടതി വിധി ചെയ്തത്. ഉണ്ടായിരിക്കുന്നു. വി. എസ്. അച്യുതാനന്ദൻ ഭരിക്കുന്ന ഘട്ടത്തിൽ വി. എസ്. അച്യുതാനന്ദൻ നിയോഗിച്ച 3 പൂച്ചകളിൽ ഒരാളായിരുന്നു. വി. എസ്. അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സുരേഷ് കുമാർ അത് ചെയ്തത്. അത് തെറ്റാണ് എന്ന് തെളിഞ്ഞല്ലോ. കോടതി പറഞ്ഞിരിക്കുന്നു അതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാറിൽ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള വി. എസിന്റെ തീരുമാനം തെറ്റായിരുന്നു. ആരാണെങ്കിലും പണം മുടക്കിയിട്ടാണ് കെട്ടിടം പണിതിരിക്കുന്നത്. അനധികൃതമാണ് എങ്കിൽ അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടാം, അത് നശിപ്പിക്കാൻ പാടില്ല. ഒരു ഭരണാധികാരിയും നിങ്ങളുടെ അഭിപ്രായമാണ് തേടുന്നത്. ഇപ്പൊ മരവിച്ചിരുന്നത് പിന്നീട് മൈക്കിന് വേണ്ടി അടികൂടിയിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ തന്നെ നമ്മുടെ MLA രാജേന്ദ്രൻ പറഞ്ഞ കാര്യം വേഗത്തിൽ സുരേഷ് കുമാർ ഇവിടെ വന്നാൽ തല്ലി കാലോടിക്കും. പക്ഷെ ഞാനല്ല, നാട്ടുകാരാണ് ഓടിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നാട്ടുകാർക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 2 സെന്റോ 3 സെന്റോ ഉള്ള ആൾക്കാർക്കാരും ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആരാണ് തല്ലി ഓടിക്കാൻ പോകുന്നത്? നാട്ടുകാര് വലിയ റിസോർട്ട് ഉടമകളല്ലേ? അപ്പൊ പുള്ളിയും റിസോർട്ട് ഉടമകളും കൂട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഇതിന് തെളിവായി. ഒന്ന്. സെക്കൻഡ്, ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആഡിയോ അവിടെ സർക്കാരിന്റെ നിയമം നടപ്പിലാക്കുന്നു. പക്ഷേ ഇവിടെ MLA പറയുന്നത് ആഡിയോ ചെയ്യുന്നത് ജനങ്ങൾക്ക് എതിരാണെന്നുള്ളത്. അപ്പൊ ഇവിടെ കബളിപ്പിക്കുകയല്ലേ മുഖ്യമന്ത്രി ഇപ്പൊ പ്രസ്താവന? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുരേഷ് കുമാറിനെ തല്ലേണ്ട കാര്യം ഇവിടെ വരുന്നുണ്ടോ? അണ്ണാ DMK ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം? കാല് തൊഴിൽ ഓടിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരെയും കാല് തല്ലി ഓടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ ഏത് ഭരണം വന്നാലും LDF ഭരണമായിക്കോട്ടെ UDF ഭരണമായിക്കോട്ടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ അവരവരുടെ പണി ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ ബഹുമാനപ്പെട്ട ശശിയുടെ അടുത്ത ഒരു ചോദ്യം. നിങ്ങളുടെ ഭരണമാണ്, LDFന്റെ ഭരണമാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. ഈ ഒരു ആഡിയോ നിങ്ങൾ കുറ്റം പറയുന്നില്ല. ആഡിയോ മാറ്റാൻ നിങ്ങളെ കൊണ്ട് ഒരു 28 ദിവസം അവിടെ സമരം ഇരിക്കുന്നുള്ളൂ. നിങ്ങളെ കൊണ്ട് എന്താ മാറ്റാൻ വയ്യാത്ത? അല്ലെങ്കിൽ മാറ്റുമോ? RDOയെ മാറ്റണം എന്ന ആവശ്യം ഞങ്ങൾ ആ സമരത്തിൽ ഉന്നയിച്ചിട്ടില്ല. അത് തെറ്റാണ്. സമരത്തിന് ആധാരമായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, വട്ടവട, മറയൂർ, കാന്തല്ലൂർ, കീഴാന്തൂർ, കൊട്ടാക്കമ്പൂർ 5 വില്ലേജുകളിലെ ആയിരക്കണക്കിന് വരുന്ന കൃഷിക്കാരന്റെ കരമടയ്ക്കുന്നതിന് വില്ലേജ് ഓഫീസിലാണ് കരമടയ്ക്കേണ്ടത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പട്ടയങ്ങളുടെ മുഴുവൻ വെരിഫിക്കേഷന് വേണ്ടി ദേവികുളത്ത് എത്തണമെന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് വേണം ഈ കൃഷിക്കാരൻ വരാൻ. RDO വില്ലേജ് ഓഫീസിലേക്ക് ചെന്നിരുന്ന് ഈ പട്ടയങ്ങൾ പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം, അതിന് തടസ്സമില്ല. ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്. രണ്ടാമത്തെ ഡിമാൻഡ് പറയാൻ അനുവദിക്കണം. ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ഭരണകക്ഷിക്കാർ തന്നെ ആഡിയോക്കെതിരെ സമരം നടത്തുക. ചോദ്യം അവിടെ ആരാ? ഇവിടെ ആരാ ചോദ്യം? പറയൂ താങ്കളുടെ മൈക്കെന്തിനാ? രണ്ടാമത്തെ ഡിമാൻഡ് ഇവിടെ എന്റെ സുഹൃത്ത് കുമാർ പറഞ്ഞു, പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ചിട്ടില്ല എന്ന്. ആനച്ചാലിൽ കുഴിപ്പള്ളിൽ വാസുവിന് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന വീടിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുക, നിർമ്മാണ പ്രവർത്തനം തടഞ്ഞിരിക്കുകയാണ്. എന്റെ സുഹൃത്ത് നമ്മുടെ സേനാപതി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന സ്ഥലമാണ് മഞ്ഞക്കുടിയിൽ പാപ്പച്ചി എന്ന് വിളിക്കുന്ന വർഗീസ് ജോർജിന്റെ വീട് പണിയാൻ വേണ്ടിയിട്ട് 750 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീട് പണിയാൻ വേണ്ടി നൽകിയിരിക്കുന്ന വീടിന് അനുമതി നിഷേധിച്ചു. അവിടെ മണ്ണെടുത്തതിന് 750 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ്. 75,000 രൂപയാണ്. വിശദാംശങ്ങളിലേക്ക് പോകണമെന്നില്ല. 75,000 രൂപയാണ് അതിന്. JCBക്ക് ഫൈൻ അടച്ചു. നമ്മുടെ ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന കളക്ടർ ചെയ്ത് 75,000 രൂപ JCBക്ക് ഫൈൻ അടച്ചു. അതുപോലെ ടിപ്പറിന് 50,000 രൂപ ഫൈൻ അടപ്പിച്ചു. വർഗീസ് ജോർജിന് 15,000 രൂപ, 1,40,000 രൂപയാണ് ഫൈൻ അടപ്പിച്ചത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് ആളുകളെ ദ്രോഹിക്കരുത്. അതേ പറയുന്നത്.
ചുമ്മാ ഇരിക്കെ പറ അവിടെ നിൽക്കോ ആ മിണ്ടരുത് ആരും ഇരിക്കെ ആ പറ എനക്കൊരു ചോദ്യം. അവിടെ ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മിണ്ടായിരിക്കെ ഓരോരാൾക്ക് ഓരോ സമയത്ത് അവസരം ബഹുമാനപ്പെട്ട ടി കുമാർ അണ്ണനോട് ഒരു ചോദ്യം. അവിടെ അയാൾക്ക് പിന്നെ അവസരം കൊടുക്കാണ്. എനക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുക്കാൻ. അവിടെ ഇരിക്കെ ഇവിടെ സേനാപതി വേണുണ്ട്. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ടി കുമാർ ചോദ്യത്തിന് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. എന്ത് ചോദ്യം പറയാ പുള്ളി അവിടെ ബഹുമാനപ്പെട്ട എതിർക്കച്ചി മേധാവ് രമേശ് ചെന്നിത്തലയെ വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി എവിടെയാണോ പോയി കാണിച്ചത്? കൈയേറ്റം കുടിയേറ്റം. ഇവിടെ ഞാൻ അങ്ങനെ പുള്ളിയുടെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ഇവിടെ കയ്യേറിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളല്ലാതെ വേറെ ആരെങ്കിലും ഒരാളെ പറയുമോ? പറഞ്ഞു നിങ്ങൾ അനാവശ്യമായിട്ട് നികേഷ് രാജേന്ദ്രൻ MLA കേൾക്കുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ ചർച്ച? ഉണ്ടാവും. അപ്പൊ MLAയോട് MLA ഇപ്പൊ ഇല്ല. അല്ല, അപ്പൊ ഞാൻ അങ്ങ് ചോദിച്ചതിന് തുടർച്ചയായിട്ടുള്ളൊരു ചോദ്യം. ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന് 8 സെന്റ് പട്ടയഭൂമി ഉണ്ട് എന്ന്. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അങ്ങ് ഈ ചർച്ച തീരുമ്പോഴോ ഇല്ലെങ്കിൽ ഇതിനിടയിലോ MLAയോട് ചോദിക്കണം. 843 നമ്പർ സർവേ നമ്പറിൽപ്പെട്ട ഭൂമി, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് 1992 ദേവികുളം മുൻസിഫ് കോടതിയിൽ എസ് രാജേന്ദ്രനും KSC ബോർഡുമായിട്ടുള്ള കേസിൽ ഈ സ്ഥലം KSC ബോർഡിന്റേതാണ് എന്നാണ് ദേവികുളം മുൻസിഫ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. KSC ബോർഡിന്റേതെന്ന് ദേവികുളം മുൻസിഫ് കോടതി കണ്ടെത്തിയിരിക്കുന്ന 843 സർവേ നമ്പറിൽ എങ്ങനെ എസ് രാജേന്ദ്രന് പട്ടയം കിട്ടി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഒന്ന് വിശദീകരിക്കണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൽ ചുരുങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എസ് രാജേന്ദ്രനോട് ആ ചോദ്യം ചോദിച്ചു. എസ് രാജേന്ദ്രൻ മറുപടി പറഞ്ഞു. നിരവധി ചർച്ചകളിൽ അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ കഴിഞ്ഞു. അത് നിങ്ങൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കൂ. പുതിയ സാഹചര്യത്തിൽ ഇന്നെടുത്ത തീരുമാനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ഇവിടെ ബഹുമാന്യനായ ശ്രീ ശശി സൂചിപ്പിച്ചത് ഒരു കാര്യം ദേവികുളം RDO യാണ് ഇവിടെ കരമടയ്ക്കാൻ അനുവദിക്കാത്തത്. അല്ലെങ്കിൽ മരം വെട്ടാൻ അനുവദിക്കാത്തത്. ആ RDOയ്ക്കെതിരെ സമരം ചെയ്യാൻ പോകുന്ന പാർട്ടി, RDOയ്ക്കെതിരെ സമരം ചെയ്യാൻ പോകുന്ന പാർട്ടി, ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി, ആ പാർട്ടിയുടെ ഈ ഗവൺമെന്റിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മന്ത്രിയായിട്ടിരിക്കുന്ന ശ്രീ MM മണി, അദ്ദേഹവും ഈ ജില്ലയിൽ നിന്നുണ്ട്. ഇവരെല്ലാം ഈ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോ എന്തിനിവര് കഴിഞ്ഞ 3 ആഴ്ച കാലമായി ഈ RDO ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്നു? ശരി, കഴിഞ്ഞു. ആ വിഷയങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും ഇനി വീണ്ടും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പുതിയ വിഷയങ്ങൾ ഉന്നയിക്കണം എന്നുള്ളവർക്ക് മൈക്ക് തരാം. ആർക്കാണുള്ളത്? പറയും. അവിടെ മൈക്ക് കിട്ടി. ഈ ചർച്ചയിലെല്ലാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വേഗം കാര്യത്തിലേക്ക് വരൂ. മൂന്നാർ കയ്യേറ്റം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ എന്താ വേണ്ടത്? മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലിലും പള്ളിവാസലിലും വൈസമ്പാലിയിലും മറയൂരിലും മാങ്കുളത്തും ഒക്കെ നടക്കുന്ന കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതാണ് സബ് കളക്ടർ പറഞ്ഞത്. മൂന്നാർ എന്ന് പറയുന്നത് മൂന്നാർ പട്ടണം മാത്രമല്ല, മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളൊന്നും. വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ദൗത്യസംഘം തലവൻ സുരേഷ് കുമാർ ഇവിടെ വന്നിട്ട് ഇവിടെ വ്യാപാരികളുടെ ഈ അവസ്ഥ ഇപ്പോഴും ലോൺ അടച്ചു തീർക്കാനായിട്ട് കിടക്കുകയാണ്. ആ അവസ്ഥ ഇനിയും ഉണ്ടാകരുതെന്നാണ് വ്യാപാരികളുടെ പെട്ടെന്ന് എനിക്ക് പള്ളിവാസൽ പഞ്ചായത്തിനെ കുറിച്ചാണ് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. പള്ളിവാസൽ പഞ്ചായത്തിലെ 3 റിസോർട്ട് അടച്ചു പൂട്ടി കിടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മഴയിൽ നിന്ന് പാറ പൊട്ടി എന്നുള്ളതാണ് കാരണങ്ങൾ പറയുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം മാഷ ഇച്ചിരി പ്ലീസ്, അതായാലും ഈ ലോൺ കൊടുത്തതാരാ? സർക്കാർ.
സർക്കാരിന് അന്ന് ഇവർ സ്ഥലം വാങ്ങിച്ച് ഇവർ സ്ഥലം ഈ കെട്ടണം പണി തുടങ്ങിയപ്പോൾ അവിടെ അന്ന് പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, കളക്ടർ ഇൻക്ലൂഡിങ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കെട്ടണം പൊങ്ങി വരുമ്പോൾ എന്തുകൊണ്ടാണ് നിർത്തണേ? മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നേര്യമംഗലത്തിന് മുകളിൽ എവിടെ കയ്യേറ്റം നടന്നാലും മൂന്നാർ എന്ന് പറയുന്നത് മാധ്യമങ്ങളും കേരള സമൂഹവും അംഗീകരിക്കും. മൂന്നാറിൽ മാത്രമല്ല കയ്യേറ്റം നടക്കുന്നത്. ഒന്ന്. രണ്ടാമത്, കേരളത്തിൽ എല്ലാ വില്ലേജുകളിലും പട്ടയം സ്ഥലം കൈവശമുള്ളവർക്ക് പട്ടയത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടുന്ന KDH വില്ലേജിൽ മാത്രം നാളിതുവരെ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ഭരണകക്ഷി എന്ന നിലയിൽ CPIയുടെ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന അതിനുള്ള മറുപടി വളരെ വേഗത്തിൽ അതിനുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പറഞ്ഞോ, കേൾക്കാം പറഞ്ഞോ. KDH-ൽ പാവപ്പെട്ട ആൾക്കാർക്ക് LDF സർക്കാരാണ് കുട്ടിയാർവെല്ലിൽ 2500 പേർക്ക് സ്ഥലം കൊടുത്തത്. 700 പേര് വീട് വെച്ചത് 10 സെന്റ് വെച്ച്. ബാക്കി ഉള്ളവർക്കും അപ്ലിക്കേഷൻ മേടിക്കും, സ്ഥലം കൊടുക്കും. അതാണ് LDF-ന്റെ പത്രിക തീരുമാനം. അത് നടപ്പാക്കും. പറഞ്ഞു. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ വട്ടവട കോൺഗ്രസിന്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ 100 കണക്കിന് ഏക്കർ സ്ഥലം കയ്യേറി വെച്ചിട്ടുണ്ട്. ലക്ഷ്മി മേഖലയിൽ തൃശ്ശൂരും എറണാകുളത്തുള്ള നേതാക്കന്മാരുടെ പേരിൽ സ്ഥലമുണ്ട് ലക്ഷ്മിയിൽ. ഇപ്പോൾ ഈ അടുത്ത റിപ്പോർട്ടർ ചാനൽ തന്നെ ഫ്ലാഷ് ന്യൂസ് തന്നെ വിട്ടതാണ്. ലക്ഷ്മിയിൽ റോഡിൽ കാട്ടിൽ കൂടി റോഡ് വെട്ടിയ കേസ്. അതുമാതിരി കാന്തല്ലൂർ മറയൂർ ഏരിയയിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സ്ഥലമുണ്ട്. പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ ആ സ്ഥലങ്ങളൊന്നും സന്ദർശിച്ചില്ല. അതുമാതിരി പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ ഇന്ന് സന്ദർശിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനെതിരെ കോൺഗ്രസിൽ തന്നെ ഭിന്നതയുണ്ടായി. അതിന് മറുപടി പറയണം. ഈ പറഞ്ഞോട്ടെ ഇവിടെ അല്ല, അങ്ങ് ചോദിച്ച ചോദ്യത്തില് കോൺഗ്രസിന്റെ നേതാക്കൾ അങ്ങ് ചോദിച്ച ചോദ്യത്തില് കോൺഗ്രസിന്റെ നേതാക്കൾ എവിടെയൊക്കെ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നുള്ള പറച്ചിലാണ്. നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കൾ ആരൊക്കെ X or Y ഇന്ന ആളുകൾ ഇന്നടത്ത് കയ്യേറിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കാം. ഇനി 2, ഇപ്പൊ ഭരിക്കുന്നത് ഇടതുപക്ഷമാ. കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവനെ കയ്യാമം വെക്കുന്നതിനും ഭൂമി പിടിച്ചെടുക്കുന്നതിനും എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ നാട്ടില്? ഒരു തടസ്സവുമില്ല. ചോദ്യം കൂടെ. പിന്നെന്താ പ്രശ്നം? ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ ഒറ്റ കാര്യം അതല്ലേ പറഞ്ഞത്? അല്ല, അദ്ദേഹം ചോദ്യത്തിന് കാര്യത്തില് எனக்கு ஒரே ஒரு காரியம் கேட்க வேண்டியது இருக்கு. இங்க உள்ள நேதாக்கள் தான் வேற பார்ட்டியில இருந்து வந்து இங்க பங்கெடுத்திருக்கிறாங்க. அண்ணே சேனாதிபதி அண்ணே மட்டும்தான் வெளி இடத்துல இருந்து வந்திருக்கக்கூடிய ஆளு. நான் என்ன சொல்றேன், ஒரே ஒரு காரியம் என்னன்னா, மூணாறு காரியம் சர்ச்சை பண்ணையில மூணாறுல உள்ளவங்க பங்கெடுக்கிறது நல்லது. ஃபர்ஸ்ட். 2வது, MLA தான் ரிசோர்ட்டுக்காரங்களுக்கு பின்துணை அறிவிக்கிறாங்க. கழிஞ்ச 5 வருஷமா பள்ளிவாசல் எஸ்டேட்ல, பள்ளிவாசல் பகுதியில 14 மாடி வர கட்டடம் கட்டி இருக்கிறாங்க. இதுக்கு பெர்மிஷன் கொடுத்தது யாரு? நான் கேக்குறேன். அதே പഞ്ചായത്ത് മന്ത്രിയാ இருந்தாரு. പള്ളിവാസൽ പഞ്ചായത്ത് കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇടതുപക്ഷമാണ് ഭരിച്ചത്. പള്ളിവാസൽ പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷം. അതിന്റെ ബേസിക് പെർമിഷൻ കൊടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത്. ഇനി അവിടെ തടസ്സമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തേ അന്ന് ചൂണ്ടിക്കാണിക്കാത്തത് പഞ്ചായത്തിന് മുമ്പാകെ? ഞങ്ങളല്ല അവിടെ പെർമിഷൻ കൊടുത്തത്. പള്ളിവാസൽ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയാണ് അവിടെ റിസോർട്ട് കെട്ടാൻ പെർമിഷൻ കൊടുത്തത്. അതിനൊത്താശ ചെയ്തു കൊടുത്തത് രാജേന്ദ്രൻ. ഞങ്ങളല്ല. ഒരേ വശത്തേക്ക് നോക്കി വർത്താനം പറയല്ലേ. എല്ലാവർക്കും വേണ്ടിയാണ്. எனக்கு 2 ചോദ്യം സഖാവിടത്താണ്. எனக்கு 2 ചോദ്യം ഉണ്ട്. സഖാവിടത്താണ്. LDF സർക്കാർ എടുക്കുമ്പോൾ കുട്ടിയാർവേലിയിലെ 3500 വെറും പാവപ്പെട്ട തോട്ട തൊഴിലാളികൾക്ക് 5 സെന്റ് വീതം ഇടം കൊടുത്തത്. ഇടം കൊടുത്തെന്ന് പറഞ്ഞേ ഉള്ളൂ. പേപ്പറേ കൊടുത്തുള്ളൂ. ഭൂമി ആർക്കും കിട്ടിയില്ല. പൂരുങ്കയ്യ ഭൂമി ആർക്കും കിട്ടിയില്ല. കേട്ട് പേസണോ? പേപ്പറല്ലേ കൊടുത്തുള്ളൂ. ഭൂമി ആർക്കും കിട്ടിയില്ലല്ലോ. അതല്ല പേപ്പറേ കൊടുത്തുള്ളൂ. ഭൂമി ആർക്കും കിട്ടിയില്ല. അതല്ലേ പ്രശ്നം? அந்த இடத்தை கொடுக்காம ഭൂമി ആർക്കും കൊടുത്തില്ല. പേപ്പർ മാത്രമേ കൊടുത്തുള്ളൂ. ഭൂമി എടുത്തില്ലല്ലോ. എത്ര പേർക്ക് കൊടുത്തു? ഹലോ, ഇവിടെ കേൾക്കും. അതാ കേൾക്കണം.
கேட்கிற கேள்வியை கேட்டுட்டு பதில் சொல்லணும். எல்டிஎஃப் சர்க்கார் இருக்கும்போது 3500 பேருக்கு இடம் கொடுத்தது. அதை கொடுத்து வரும்போது யூடிஎஃப் சர்க்கார் மாறி வந்தது. அந்த இடத்தை நீங்க நினைச்சா கொடுத்திருக்கலாம்ல. ഇപ്പൊ 10 മാസമായിട്ട് നിങ്ങളാണല്ലോ വന്നത്. ഇപ്പൊ 10 മാസമായിട്ട് സഖാവേ, ഇപ്പൊ 10 മാസമായിട്ട് നിങ്ങളാണല്ലോ വന്നത്. നിങ്ങൾക്ക് വീണ്ടും കൊടുക്കാവില്ല. എന്താ തടസ്സം? ഞങ്ങൾ കൊടുത്തില്ല. ഇപ്പൊ വീണ്ടും 10 മാസമായിട്ട് നിങ്ങൾ വന്നല്ലോ. എന്താ കൊടുക്കുന്നതിന് തടസ്സം? തടസ്സം എന്താ? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരാളോട് മാത്രം കേന്ദ്രീകരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് പറയാൻ കൂടുതൽ അവസരം കിട്ടുകയാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. അപ്പോൾ എല്ലാവരെയും ചർച്ചയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഈ ചർച്ചയുടെ പൊതുവായിട്ടുള്ള ഉദ്ദേശം. പറഞ്ഞോ സാർ. ഞാൻ AITC-യുടെ 8400 കട്ടട നിർമ്മാണ തൊഴിലാളി യൂണിയൻ അംഗീകൃത തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി. എൻ്റെ പേര് ഗാന്ധിനാ. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന നിരവധി തൊഴിലാളികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർക്കൊക്കെ അവരുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് പട്ടിണിയിലാണ്. മണൽ വാറാൻ പറ്റാത്ത സ്ഥിതി. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട കേരളത്തിൽ LDF ഭരണം ഭരിക്കുന്നു. മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും സിവിൽ സപ്ലൈ മന്ത്രിക്കും ഒക്കെ തീരുവ ഞാൻ പറയാൻ വന്നത്, ഞങ്ങൾ കേരളത്തിൽ LDF ആണ് ഭരിക്കുന്നത്. കുടുംബശ്രീ മുഖേന സർവ്വ ആളുകൾക്കും വീട് കൊടുക്കണം, അവർക്ക് സ്ഥലവും ഇടം കൊടുക്കണം എന്നുള്ള ചില നിവേദനം വെച്ചുകൊണ്ട് സർവ്വ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ LDF ഗവൺമെന്റ് എപ്പോൾ വന്നാലും ശരി ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് വന്നിരിക്കുന്നത് കൂടി പറയാതിരിക്കുക പറ്റത്തില്ല. മരം മുറിക്കാനുള്ള അനുമതിയും ഒപ്പം തന്നെ വീട് വെക്കാനുള്ള അപേക്ഷകൾക്ക് വികേന്ദ്രീകരണം ഏർപ്പെടുത്താനും ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. മൂന്നാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഔദ്യോഗസ്ഥ തല റിപ്പോർട്ട് തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ മൂന്നാർ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൽ മാറ്റം വരണം എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ശക്തമായ ഇടപെടൽ. മൂന്നാറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി നാശം, മൂന്നാറിലെ ക്വാറി അനധികൃതമായി പാറ പൊട്ടിക്കുന്നത്, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ കേരളമാകെ തന്നെയും ചർച്ചാ വിഷയമാണ്. ആ വിഷയങ്ങളിൽ കൂടുതൽ സമഗ്രമായ ചർച്ച ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന മേഖല എന്നുള്ള നിലയിൽ അതേക്കുറിച്ചൊരു സമഗ്രമായ തീരുമാനം എടുത്ത് ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്തം ഭരണക്കാരായ നിങ്ങൾക്കില്ലേ? തീർച്ചയായും ഉണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൽ നിയന്ത്രണം വേണം. ഇപ്പോൾ നടന്നുകൊണ്ട് ഭൂമിയിൽ ഒട്ടേറെ മാറ്റം മറിച്ചിലുകൾ നടക്കുന്നുണ്ട്. അതിന് സർക്കാർ കർശനമായ നിയമം കൊണ്ടുവരണം. ഇന്ന് ആ നിയമം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നിലവിലുള്ള നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ രണ്ട് പാർട്ടികളുടെ പ്രാദേശിക ഘടകങ്ങൾ അതിനെ എതിർക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹം ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല. മറിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ജനങ്ങൾക്ക് കുറേയധികം പ്രയാസം അദ്ദേഹത്തിൻ്റെ നടപടിയുമായി ഉണ്ടായിരിക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയമില്ലാതെയാണ്. 5 വില്ലേജുകളിലെ ആളുകളുടെ പട്ടയം പരിശോധിക്കാൻ 100 കിലോമീറ്റർ യാത്ര ചെയ്ത് ദേവികുളത്ത് RDO ഓഫീസിൽ വരണം എന്ന അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞാൻ താങ്കളുടെ മണ്ഡലത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇവിടുത്തെ മൂന്നാർ നിവാസികൾക്ക് ഗുണകരമായ എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തി ബാക്കി എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങളാണ് ഉണ്ടായത്? താങ്കൾ ഈ പറഞ്ഞതിൽ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കാരണം ഈ NOCയിൽ ഇപ്പോ KVS പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെയാണ് ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അവകാശം തിരിച്ചു പിടിക്കുക, അവിടെ കുടിയേറി വന്ന ആളുകളുടെ വീടുകൾ പുതുപ്പിച്ച് പണിയാതിരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പാടെ നിർത്തുക. അതാണ് കാന്തി ഉൾപ്പെടെ പറഞ്ഞത്. അങ്ങനെ നിർത്തലാക്കിയാൽ കുടിയേറിയവർ അതുപോലെ വീണ്ടും കുടി ഇറങ്ങിപ്പൊക്കോളുക, അങ്ങനെ അടച്ചിടുക, പ്രവർത്തനം നിർത്തിവെക്കുക, ഉടനടി ഇതൊക്കെയായിരുന്നല്ലോ അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ തീർച്ചയായും അത് ആ നിലയിലല്ല വേണ്ടത്. ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട്, ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് പരിസ്ഥിതി നിലനിർത്തേണ്ടത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ നിലപാടും നിർദ്ദേശവും തീരുമാനവും. അതിൽ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, വനവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, റവന്യൂ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ ഈ ഗവൺമെന്റിനോട് ജനങ്ങൾ ആഗ്രഹിച്ചത് ഇതാണ്. എത്ര വർഷക്കാലമായി
10-15 വർഷമായി ഇതുമായി മല്ലടിച്ച് ജനതയ്ക്ക് തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്തും ഭൂമി കൊടുത്തത് ആ ഗവൺമെന്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ആ ഭൂമിക്കകത്ത് പട്ടയം കിട്ടിയിട്ടും പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ഈ ഗവൺമെന്റിന്റെ പ്രതീക്ഷ ഇതായിരുന്നു. ഇപ്പോ വളരെ വ്യക്തമായി നിലപാടെടുത്ത് അക്കാര്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആർജവത്തോട് പറഞ്ഞ ഒരു മന്ത്രിമാരുടെ യോഗവും അവലോകനവും തീരുമാനവുമാണ് ഇന്ന് കൈക്കൊണ്ടത്. ഇതിന് അപ്പുറത്ത് വേറെ എന്താ പ്രതീക്ഷിക്കുക? ഇതിന് കൂടുതൽ ഇനി എന്താ പ്രതീക്ഷിക്കുന്നത്? ുള്ള വോട്ടർമാരുടെ നേരിട്ടുള്ള ചോദ്യങ്ങൾ താങ്കൾക്ക് കേൾക്കാം. എസ് രാജേന്ദ്രനോട് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ, പറഞ്ഞു. ഈ കയ്യേറ്റം അതൊന്നും ഇപ്പൊ തൽക്കാലം വേണ്ട, നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLA-യോടാണ് ചോദ്യം. മൂന്നാറിന്റെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മുതിരപ്പുഴയാറിനോട് ചേർന്ന് മുതിരപ്പുഴയാറിനെ സംരക്ഷിക്കുന്നതിനും അതിനോട് ചേർന്നിരിക്കുന്ന കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് അങ്ങയുടെ നിലപാടും അഭിപ്രായങ്ങളും. നല്ല ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വളരെ ചുരുക്കി പറയണം. ഒരു പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് വരും. പറയും. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഈ ഗവൺമെന്റിനോടൊപ്പം ആയതിന് വളരെ പ്രത്യേകമായി ഞാൻ അദ്ദേഹത്തിന് ആശംസിക്കുന്നു. തീർച്ചയായും ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ആയതിന് പ്രത്യേകമായ തുക മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേകമായുള്ള പദ്ധതിയുമായി നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. ഈ കയ്യേറ്റത്തിന് ഒളിപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഗവൺമെന്റ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. അവിടെ ജനിച്ച് വളർന്നിട്ടുള്ള ഒരാളും കയ്യേറ്റം LDF സർക്കാർ വരുമ്പോഴൊക്കെ എല്ലാം ഇങ്ങനെ മൂന്നാറെ കുറിച്ച് വലിയ ഒരു പേടിയും പ്രശ്നവും ഉണ്ടാക്കത്തക്ക രീതിയിൽ LDF-ന്റെ ഭരണകാലഘട്ടത്താണ് ഇത് വരുന്നത്. ഇവിടുത്തെ ടൂറിസം തകരത്തക്ക രീതിയിലാണ് ഇവിടുത്തെ ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളും. ഒരു കയ്യേറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രതിപക്ഷമായി പ്രവർത്തിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് അത് ചൂണ്ടിക്കാണിക്കാത്തത്? UDF ഭരണകാലത്ത് ഒരു കയ്യേറ്റവും നടന്നിട്ടില്ല. നടന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, ഇത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് കാലത്ത് ഇങ്ങനെ എന്തിനാ വന്നു എന്നാണ് അന്നും ജനങ്ങൾക്ക് പ്രതീക്ഷ LDF-ന്റെ ഗവൺമെന്റിനോട് ഉള്ളത് കൊണ്ടാണ് ഇതേ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നു. 2000-2005 വരെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് അതുകൊണ്ട് നിയന്ത്രിക്കണമെന്ന് 2006 വന്ന LDF ഗവൺമെന്റിനോട് പറഞ്ഞു. 2011 ശേഷം വന്ന UDF ഗവൺമെന്റ് കാലത്താണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള മറ്റു ബഹുനില കെട്ടിടങ്ങളെ സംബന്ധിച്ചുള്ള ആക്ഷേപം. അക്കാര്യം ഞങ്ങൾ തള്ളിപ്പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള പ്രതീക്ഷ LDF ഗവൺമെന്റിനോടൊപ്പമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നടപടിയും സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് കിടക്കുന്നത്. ഇതൊരു കുറവായി കണക്കാക്കണ്ട. ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ശ്രീ എസ് രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് LDF ഭരണകാലത്ത് മാത്രമായി ഇപ്പോ ഒരു കയ്യേറ്റം ഉണ്ടാകുന്നു എന്ന തോന്നൽ സംസ്ഥാന തലത്തിൽ ഉണ്ടാകുന്നത്, പക്ഷെ പ്രാദേശിക തലത്തിൽ നിങ്ങൾ കൈയും കാലും വെട്ടും എന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു? അതായത് പ്രാദേശിക നേതൃത്വത്തെ ഉൾക്കൊള്ളാത്ത തീരുമാനം സംസ്ഥാന തലത്തിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യവും വ്യക്തമായി പറയാം, ചുരുക്കി പറയാം. UDF-ന്റെ ഗവൺമെന്റ് കാലത്ത് ഒരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതിന് ഒട്ടനവധി ഉദാഹരണം അവിടെ തന്നെയുണ്ട്. അത് ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വരെ ഉണ്ടായതിനെ സംബന്ധിച്ച് എന്തോ സൊല്യൂഷൻ ഉണ്ടാക്കണം. അത് ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നാണ് ചോദ്യം. എന്ത് നിലപാട് സ്വീകരിക്കാൻ പറ്റൂ? അത് ഗവൺമെന്റ് ഇന്ന് നിലപാടെടുത്തു. ഭാവിയിൽ എന്തായിരിക്കണം മൂന്നാർ, അതാണ് KVS പറഞ്ഞത്. അതിനെയും ഇന്ന് നിലപാടെടുത്തു. അതിനെയാണ് കേന്ദ്രീകരിക്കുന്നത്. വികേന്ദ്രീകരണപരമായി ഗവൺമെന്റ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ ഇടിച്ചങ്ങ് പൊളിച്ചേക്കുക, ചൂണ്ടിക്കാണിച്ച് ഇടിച്ചങ്ങ് പൊളിച്ചേക്കുക എന്നുള്ളതല്ല. എങ്ങനെ ഇനി ആവർത്തിക്കാതിരിക്കാം? അങ്ങനെ UDF ഗവൺമെന്റ് കാലത്ത് ആവർത്തിച്ചിട്ടുള്ള കുറ്റബോധം ഉള്ളത്, തെറ്റുകുറ്റങ്ങള് ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാന വിഷയം. പരിസ്ഥിതിക്കാരും ശരി, കോൺഗ്രസ്സുകാരും ശരി ഉന്നയിക്കുന്നതും LDF സർക്കാർ വന്നാലും UDF സർക്കാർ വന്നാലും ഇവിടെ കഷ്ടപ്പെടുന്നത് എസ്റ്റേറ്റ് തോട്ടത്തൊഴിലാളികളെ ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ LDF സർക്കാർ കൊണ്ട് ഈ കയ്യേറ്റം ഒളിക്കാൻ പറ്റുമോ പറ്റുന്നില്ലേ, അത് മാത്രം പറയണം. ബഹുമാനപ്പെട്ട MLA-യോട് ഞാൻ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് കറുപ്പസ്വാമി ഒറ്റ ചോദ്യമേ ഉള്ളൂ. MLA 15 വർഷമായിട്ട് തുടർച്ചയായിട്ട് MLA-വാ. 15 വർഷം നിങ്ങൾ MLA-വാ. മൂന്നാർ കയ്യേറ്റം എന്ന് പറയുന്നത് ഇനി മൂന്നാറിലെ പിടിക്കാൻ സ്ഥലമുണ്ടോ? MLA കൊണ്ട് മറുപടി പറയണം. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. മൂന്നാറിലെ തോട്ടം മേഖലയല്ലാതെ ആകപ്പാട് മൂന്നാർ കോളനിയും ആ ചുറ്റിപ്പറ്റിയ കച്ചേരി സെറ്റിൽമെന്റ് ദേവികളല്ലാതെ വേറെ ഭൂമിയില്ല.
ഇത് ഉദ്യോഗസ്ഥന്മാരെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പത്രമാധ്യമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അനുകൂലമായ സാഹചര്യം സ്വീകരിക്കണമെന്നതുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ 15 വർഷക്കാലത്തിൽ ആദ്യത്തെ 5 വർഷക്കാലം ഇദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്താണ് 3400 പേർക്ക് LDF ഗവൺമെന്റ് സ്ഥലം കൊടുത്തത്. ഈ കഴിഞ്ഞ UDF ഗവൺമെന്റ് ഒരാളിന് ഒരു ഭൂമി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഗവൺമെന്റ് ഭൂമി കൊടുക്കുമെന്ന് പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് തന്നെയാണ് പത്രമാധ്യമങ്ങളോടൊപ്പം പറയുന്നത് കയ്യേറ്റമാണ്, അവിടെ വികസനം ഉണ്ടാവരുത്, ഭൂമി കൊടുക്കുന്നത്, വീട് വെക്കാൻ ഭൂമി കൊടുക്കരുത് എന്നുള്ള പ്രചരണത്തിലോട്ട് വരുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി കിട്ടാനും അവിടെ ടൂറിസത്തിന് വേണ്ടി പദ്ധതി ഉണ്ടാക്കാനും ആ പദ്ധതി നടപ്പിലാക്കാനും തോട്ടം മേഖലയിൽ തൊഴിൽ കച്ചേരി ജൈവവളത്തിന് കുറെ ആൾക്ക് പട്ടയം കൊടുത്ത് സ്ഥലം ഇളന്ന് എടുത്തിട്ടു. അതുപോലെ 912 സ്ഥലം കൊടുത്ത് 4 സെന്റ് വെച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആണ് അവർ യഥാർത്ഥത്തിൽ വേറെ ആളുകളാണ് കയ്യേറി വീട് കെട്ടിയിരിക്കുന്നത്. അതിന് മാറ്റിയിട്ട് നേരത്തെ കൊടുത്ത പട്ടയം കൊടുത്ത ആളുകൾ സ്ഥലം കൊടുക്കുവോ? MLA എടുത്താണ് ചോദ്യം. അദ്ദേഹം വളരെ വ്യക്തമായി നല്ല ചോദ്യമാണ്. അദ്ദേഹത്തിന് അറിയാം ഞങ്ങള് ഈ ആളുകൾ പട്ടയം കൊടുത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടപ്പോ ഇവരുടെ ഗവൺമെന്റ് കാലത്ത് മറ്റേ ആളുകളെല്ലാം കയറ്റി ഇരുത്തി വീട് വെക്കാൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു. ഞങ്ങൾ എതിർക്കാൻ പോയില്ലല്ലോ. വീടില്ലാത്തവൻ വീട് വെച്ചോട്ടെന്ന് ഞങ്ങളും അനുകൂലിച്ചു. ഇതാ ഇപ്പൊ പട്ടയം കിട്ടിയ അദ്ദേഹം ഉന്നയിച്ച ആ ചോദ്യത്തില് പട്ടയം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി ഭൂമി കൊടുത്തിരിക്കും, അവിടെ വീട് വെക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കും, കാശും കൊടുത്തിരിക്കും. സംശയം വേണ്ട. നമ്മുടെ മൂന്നാറിലുള്ള ആളുകളെ ചോദിക്കാനുള്ളത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാറിന് വേണ്ടി മാത്രമായിട്ടൊരു നിയമം ഉണ്ടോ കേരളത്തിൽ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കാരണം മൂന്നാർ മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ ടൂറിസം കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഓരോ വ്യക്തികൾ അവരുടെ കഷ്ടപ്പാടിൻ്റെയും ചോരയുടെയും നീരിൻ്റെയും വേർപ്പിൻ്റെയും ഫലമായി ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ സ്ഥലം മാത്രമല്ല, അവർ സ്ഥലം മേടിച്ച് മറ്റൊരു വ്യക്തിയുടെ നിന്ന് സ്ഥലം മേടിച്ച് ഇവിടെ റിസോർട്ട് പണിതു. അതിനുശേഷം അവർ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് അവരത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇവരെയെല്ലാം മാഫിയ, ടൂറിസം മാഫിയ എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ ഏലപ്പാട്ട ഭൂമി മറ്റൊരാവശ്യത്തിന് വേണ്ടി, പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഏലത്തിന്റെ CHRന്റെ അതിർത്തി കിടക്കുന്ന മൂന്നാർ ദേവികുളം താലൂക്കിൽ CHRന്റെ ഒരു സെന്റ് സ്ഥലമില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. CHR കിടക്കുന്നത് മറ്റേ ഉടുമ്പൻചോല താലൂക്കിലാണ്. അത് നിങ്ങൾ അന്വേഷിക്കുക, കൃത്യമായി അന്വേഷിക്കുക. ഉടുമ്പൻചോല താലൂക്കിൽ മാത്രമാണ് CHR 15,720 ഏക്കർ സ്ഥലം. CHRന്റെ ബൗണ്ടറി ചിന്നക്കനാൽ ഭാഗത്താണ് കിടക്കുന്നത്. അതെ, മൂന്നാറിൽ വനവുമില്ല, മൂന്നാറിൽ CHRും ഇല്ല. ഇവിടെ ലാൻഡ് അസൈൻമെന്റ് പട്ടയമുണ്ട്. അത് ഇവിടെ കൃഷിക്കും ഭവനത്തിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈലേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളം മൊത്തത്തിലുള്ള വൈലേഷനാണ്. മൂന്നാറുകാർക്ക് മാത്രമായിട്ടുള്ള വൈലേഷൻ ഇല്ല. മൂന്നാറിലാണ്. പറഞ്ഞോളൂ, ഞാൻ പറയട്ടെ മറുപടി. താങ്കൾ മൂന്നാർ സംബന്ധിച്ചിടത്തോളം മൂന്നാർ ഏരിയയിൽ തേയിലത്തോട്ടങ്ങളാണ്. മൂന്നാർ ഏരിയ ആണ് പറയുന്നത്. ഇവർ വീതിച്ച് പറയുന്നു. പൈസൻ വേലിയെ മൂന്നാറിനാ പറയുന്നത്, കുഞ്ചിത്തണിയെ മൂന്നാറിനാ പറയുന്നത്, 10-ാം മൈലെ മൂന്നാറിനാ പറയുന്നത്, രാജകുമാരിയെ മൂന്നാർ പറഞ്ഞ്. പക്ഷെ മൂന്നാറങ്ങല്ല. ഇവിടെ ജനിച്ച് ഇവിടെ വന്ന് ഈ തേയിലയെ ഇങ്ങനെ പൊന്നുമുളയും ഭൂമിയാക്കിയ തൊഴിലാളികളാണ്. ആ തൊഴിലാളികളെ നന്നാക്കാനും അവർക്ക് ആവശ്യം ചെയ്യാനും LDF സർക്കാർ കടന്ന കാലങ്ങളിലും കൊടുത്തുണ്ട്, ഭാവിയിലും കൊടുക്കും. അവർക്ക് വീട് കെട്ടും, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കും. എനിക്ക് സഖാവോട് ഇവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മൂന്നാർ ജനതയ്ക്ക് കുറച്ച് ആശങ്കകളുണ്ട്. രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്ത്. കാരണം വെച്ചാൽ മൂന്നാർ ഡെസ്റ്റിനേഷൻ നശിപ്പിക്കാൻ വേണ്ടി പുറം സ്ഥലത്തെ ഡെസ്റ്റിനേഷൻകാരെ നടത്തുന്ന ഗൂഢാലോചനകളുണ്ട്. ഏതൊരു വലിയ സീസൺ വരുന്ന അതിന് തൊട്ടു മുമ്പായിട്ട് മൂന്നാറിനെ എന്തെങ്കിലും പേരും പറഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളൊരു ഗൂഢ ആലോചനയുടെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഓരോ സീസൺ വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് മൂന്നാറുകാരെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ 50,000-ത്തിലധികം തൊഴിലാളികൾ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാറിൽ ജീവിക്കുന്നു. അവര് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കുകയാണ്. നേരിമംഗലം പാലത്തിനപ്പുറത്ത് ഉണ്ടാക്കുന്ന റിസോർട്ടിന്റെ പേര് മൂന്നാറ് എന്നാണ്. രാജകാടിന്റെ അപ്പുറത്ത് വട്ടവടയിൽ ഉണ്ടാക്കുന്നതൊക്കെ മൂന്നാറ് എന്ന പേരാണ്. ഒരു ഏലത്തോട്ടം പോലും ഇല്ലാത്ത മൂന്നാറില് ഏലത്തോട്ട കൃഷി നടത്തുന്നു എന്ന് തോന്നുന്നു. ഒരു കോറി പോലും ഇല്ലാത്ത മൂന്നാറിൽ കോറി നടത്തുന്നു എന്ന് പറയുന്നു. ആരെവിടെ എന്ത് ചെയ്താലും അതെല്ലാം മൂന്നാറിന്റെ തലയ്ക്ക് കെട്ടിവെച്ച് മൂന്നാറ് ഇതിവിടെ ടൂറിസ്റ്റുകൾ പോലും ഇവിടെ വരുന്നില്ല. ആനച്ചാലിന്റെ അപ്പുറത്ത് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. ഇതാണ് മൂന്നാർ എന്ന് പറയുകയാണ്. സത്യത്തിൽ മൂന്നാർ ഈ ചാനൽ ചർച്ച കാണുന്ന
സ്നേഹം നിറഞ്ഞ ലക്ഷോപലക്ഷം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട മൂന്നാർ എന്ന് പറയുന്ന ഒരു പ്രദേശം ചുരുങ്ങിയ ഒരു പ്രദേശമാണ്. ഇത് പള്ളിവാസലിനപ്പുറത്തേക്കുള്ള അല്ല. ഈ ചുരുങ്ങിയ പ്രദേശത്തെ മൂന്നാറിനെ തിരിച്ചറിയാൻ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ശ്രമിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്കൊരു ഒറ്റ ചോദ്യം. അതായത് UDF ഭരണകാലഘട്ടത്തിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. UDF ഭരണകാലഘട്ടത്തിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടിയിരുന്ന് എവിടെയെങ്കിലും കയ്യേറ്റമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുകയും പാവപ്പെട്ടവന് വീട് വെക്കുന്നതിൽ തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ചർച്ച ചെയ്ത് കൊടുക്കുകയായിരുന്നു UDF ഭരണകാലഘട്ടത്തിൽ. പക്ഷേ 10 മാസമായിട്ടും ഈ LDF സർക്കാർ ഇതുവരെ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ UDF സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്റെ സുഹൃത്ത് കുമാർ പറഞ്ഞത് ഇടുക്കി ജില്ലയിലെ UDF ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങൾ 12 ഉപാധികൾ വെച്ചുകൊണ്ടാണ് പട്ടയം കൊടുത്തിരിക്കുന്നത്. 12 ഉപാധികൾ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത പട്ടയമാണ് കൊടുത്തിരിക്കുന്നത്. ഏപ്രിൽ മാസം 30-ാം തീയതിക്കകമായി 10,000 പട്ടയം ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരന് കൊടുക്കും. യാതൊരു സംശയം വേണ്ട, പട്ടയം കൊടുക്കും. ഏപ്രിൽ മാസം ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൃത്യമായി അത് രൂപീകരിക്കും. അത് കൂടുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ശശി ഇവിടെ കഴിഞ്ഞ 5 കൊല്ലം UDF പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം പോലും കൂടിയിട്ടില്ല. ശശി ഇവിടെ സൂചിപ്പിച്ചത് UDF കൊടുത്ത പട്ടയത്തിന് 12 നിബന്ധനകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 12 അല്ല 16 നിബന്ധനകളും ഉണ്ട്. ഞങ്ങൾ കൊടുത്ത പട്ടയത്തിന് 16 നിബന്ധനകളും ഉണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് ഉപാധിരഹിത പട്ടയം കൊടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകൾ ഭരണം തുടങ്ങിയിട്ട് 10 മാസമായി. ഒരാൾക്ക് പോലും പട്ടയം കൊടുത്തിട്ടില്ല. ഇനി ഞങ്ങള് ഒരൊറ്റ ചോദ്യം ശശിയോട് ചോദിച്ചോട്ടെ. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ ഏപ്രിൽ മാസം 30-ാം തീയതി സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ ഏപ്രിൽ മാസം 30-ാം തീയതി കൊടുക്കുമെന്ന് പറയുന്ന പട്ടയം നിങ്ങൾ ഏപ്രിൽ മാസം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ആലോചനാ യോഗത്തിൽ ഏപ്രിൽ അവസാന വാരത്തോടുകൂടി പട്ടയ വിതരണം പൂർത്തിയാക്കും എന്ന വെല്ലുവിളി നിറഞ്ഞ പ്രഖ്യാപനമുണ്ട്. അത് ജനങ്ങൾ വിശ്വസിക്കും. എല്ലാ സർക്കാരുകളും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അതിലൊരു ചോദ്യം കൂടെ ഉണ്ട്. നിരവധി കാലങ്ങളായി പട്ടയം നൽകും എന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ പട്ടയം നൽകിയിട്ടില്ല. അപ്പോ ഇനിയും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങൾ വിശ്വസിക്കും. സുപ്രീം കോടതിയിൽ വാദാടി ജയിച്ച് LDF ഗവൺമെന്റാണ് കേരളത്തിലെ പട്ടയ നടപടി തുടങ്ങിയത്. ഇനിയും അത് തുടരും, ജനങ്ങൾക്ക് കൊടുക്കും. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം, ഇവര് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഉപാധിരഹിത പട്ടയം കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഉപാധിരഹിത പട്ടയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിന്റെ പുറത്ത് ഒന്നും എഴുതാതെ ഫ്രണ്ടിൽ മാത്രം എഴുതി പട്ടയത്തിന്റെ പുറത്ത് പട്ടയത്തിന്റെ പിൻഭാഗത്ത് ഒരു ഉപാധിയും എഴുതാതെ നിങ്ങൾ കൊടുക്കുന്നാണ് പറഞ്ഞേക്കുന്നത്. പട്ടയത്തിന്റെ പിറകിൽ അല്ലല്ല ഒരു മിനിറ്റ് അതാ ചോദിച്ചത്. ഉപാധിരഹിത പട്ടയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിന്റെ പിറകിൽ ഒരു ഉപാധി എഴുതാതെ കൊടുക്കുക. എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട LDF നേതാക്കളോടാ. കളിഞ്ച നിങ്ങളുടെ ഭരണകാലത്തില് 2500 പേർക്ക് പട്ടയം കൊടുത്തു എന്ന് പറഞ്ഞു. വെറും പേപ്പർ മാത്രം കൊടുത്തിട്ടുണ്ട്. 750 രൂപ ഇതിൽ വായിച്ചിട്ടുണ്ട്. സ്ഥലം ആർക്ക് പാലിച്ചിട്ടുണ്ടെന്ന് ഒന്ന് പറയാമോ? പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. കുട്ടിയാർ വാലിക്ക് ജനങ്ങൾക്ക് ലൈറ്റ് ഇടാൻ വേണ്ടി കറണ്ട് വലിച്ചുകൊണ്ടിരിക്കുക. കൊടുത്തിട്ടുണ്ടോ?
പാവപ്പെട്ട തോട്ടം തൊഴിലാളിക്ക് ഇതുവരെ പേപ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കച്ചേരി സെറ്റിൽമെന്റിൽ ഇതുവരെ ആർക്കെങ്കിലും ഒരാൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ടോ? വീട് പണിതു, അവിടെ വെള്ളം എത്തിച്ചു, കറണ്ട് എത്തിക്കാൻ നടപടി സ്വീകരിച്ചു. തുടർന്ന് അവിടെ എല്ലാവർക്കും വീട് വയ്ക്കാൻ അനുവാദം കൊടുക്കും. വീട് വയ്ക്കും. സീറോ ലാൻഡ് കിട്ടിയതാണ്. പാവങ്ങൾക്ക് 3 സെന്റ് സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ സബ് കളക്ടർ എന്തിന് NOC ഈ പാവങ്ങളെ നടപ്പിക്കുന്നത്? എന്തിനാ നടപ്പിക്കുന്നത്? സീറോ ലാൻഡ് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? NOC എന്തിനാ? NOC എന്ന് പറഞ്ഞ എന്തിനാ? ഈ 3 സെന്റ് സ്ഥലത്തിനെ കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യരുത്. സബ് കളക്ടർ എന്നാലും NOC തന്നേ പറ്റൂ. ഞങ്ങൾക്ക് പാവങ്ങളെ നടപ്പിക്കാനുള്ള അവിടെ യാതൊരു ഇതുമില്ല. 3 വർഷമായി 4 വർഷമായി ഇതുവരെ NOC കിട്ടിയിട്ടില്ലെന്ന് ഞാനാണ് പറയുന്നത്. സീറോ ലാൻഡിന് പ്രഖ്യാപനമേ ഉള്ളൂ, സ്ഥലം കൊടുത്തിട്ടില്ല. 5 കൊല്ലം കളിപ്പിച്ചു. LDF സർക്കാർ പട്ടയം കൊടുത്തു, വീട് പണിതു. എനിക്ക് 38 വയസ്സായി, എന്റെ അച്ഛന് 60 വയസ്സായി. 80 വർഷമായിട്ട് ഞങ്ങൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ LDF ഭരണം ഞങ്ങൾക്ക് 2400 പേർക്ക് സ്ഥലം കൊടുത്തായിരുന്നു. അത് കുട്ടിയാർവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലം കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം ഇപ്പൊ ഇവര് വന്നിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. LDF ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിലാണ് ഈ നാട്ടുകാർ മൊത്തം നിൽക്കുന്നത്. ഞങ്ങൾക്ക് തരുന്നതാണ്, LDF ഗവൺമെന്റ് തരുന്നതാണ് LDF സർക്കാർ സ്ഥലം കൊടുക്കും. മൂന്നാറിന് അവരുടെ ജീവൽ പ്രശ്നങ്ങൾ മലയാളി പ്രേക്ഷകരോട് ആകെ ഉന്നയിക്കാനുണ്ട്. ആദ്യത്തെ ചോദ്യം, 5 കൊല്ലத்துக்கு മുമ്പ് LDF സർക്കാർ ഉള്ളപ്പം ഈ കുട്ടിയാർവേലിയിലെ 700 പേർക്ക് സ്ഥലവും കൊടുത്ത് വീട് കെട്ടാനുള്ള ലോണും കൊടുത്ത് 700 പേര് ഇപ്പം അവിടെ താമസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2400 പേർക്ക് അവിടെ പേപ്പർ കൊടുത്ത ശേഷം ഞങ്ങളുടെ LDF സർക്കാർ കഴിഞ്ഞ ശേഷം UDF സർക്കാർ വന്നായിരുന്നു. ആ UDF സർക്കാർ 2400 പേർക്ക് എന്തിനാ സ്ഥലം എത്തി കൊടുക്കാത്തത്? മുന്നൂറ് ചോദ്യം മറുപടി പറയട്ടെ. LDF സർക്കാർ ചോദ്യം മാത്രം ചോദിച്ചാൽ പോരാ, ഉത്തരം കേൾക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം. LDF സർക്കാർ ആർക്കെങ്കിലും പട്ടയവും സ്ഥലവും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ അവിടെ താമസിപ്പിക്കണമായിരുന്നു. LDF സർക്കാർ ആർക്കെങ്കിലും പട്ടയവും സ്ഥലവും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ അവിടെ താമസിപ്പിക്കണമായിരുന്നു. അതല്ലാതെ പാവപ്പെട്ടവന് പേപ്പർ കൊടുത്തിട്ട് ആളുകളെ കബളിപ്പിച്ചാ പോരാ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ആളുകളെ താമസിപ്പിക്കണ്ടെന്ന്? നിങ്ങൾ 2600 ആളുകൾക്ക് പട്ടയം കൊടുത്തെന്നല്ലേ പറഞ്ഞേ? UDF സർക്കാർ കൊടുത്തത്, UDF സർക്കാർ കൊടുത്തു. കരുണ എസ്റ്റേറ്റ് മൊത്തമായി 2016 മാർച്ച് മാസം 31-ാം തീയതി കരുണ എസ്റ്റേറ്റും അതുപോലെ തന്നെ വിവാദസ്വാമി സന്തോഷ് മാധവനെ പോലെയുള്ള ആളുകൾക്ക് കടുംവെട്ട തീരുമാനങ്ങൾ എടുത്താണ് കൊടുത്തത്. കടുംവെട്ട തീരുമാനങ്ങൾ അതല്ലേ കൊടുത്തത്? മെത്രാൻകായൽ UDF സർക്കാർ ചെയ്തത്. LDF സർക്കാർ കൊടുത്തതിന്റെ ഒരു തുടർ നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. സീറോ ലാൻഡ് എന്ന് പറഞ്ഞു ഒരു സെന്റ് ഭൂമിയെങ്കിലും UDF അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആളുകൾക്ക് പട്ടയവും സ്ഥലവും കൊടുത്തെങ്കിൽ ആളുകളോട് താമസം ഉണ്ടാകണം. ഇല്ല, നിങ്ങൾ പറയുന്ന പോലെ 2500 പേർക്ക് പേപ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് ഇവരാ പറയുന്നത്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ 5 വർഷത്തെ UDF ഭരണത്ത് സ്ഥലം ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. വെറും പേപ്പറിന് സ്ഥലം എങ്ങനെ കൊടുക്കും? UDF അത് പഠിച്ചിട്ടില്ല ഇതുവരെ. ഇത് 1 വർഷമായല്ലോ. നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ 10 മാസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് സ്ഥലം കൊടുക്കാത്ത ഇതുവരെ? അത് സ്ഥലം കൊടുത്ത് ജനങ്ങളെ രക്ഷിക്കാൻ പഠിക്കാം. അല്ല, ഇനി അങ്ങനെയാണെങ്കിൽ 10 മാസമായല്ലോ பாவப்பட்ட தோட்டம் தொழிலாளிகிட்ட வாங்கினது நீங்க தான். எங்க இடம் அளந்து திட்டப்படுத்தி கொடுத்துருக்கீங்க. அதை மட்டும் LDF നേതാക്കൾ சொன்னா என்ன போதும்? അപ്പോഴേ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാം. പറഞ്ഞ കൂട്ട് ഇവിടെ മൂന്നാമത് പറഞ്ഞുകൊണ്ട് അവിടെ നേരിമരത്തിൽ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ ഞങ്ങളുടെ തലയിൽ വയ്ക്കരുത്. അതുകൊണ്ട് മീഡിയ മൂന്നാറുകാരെ തെറ്റിദ്ധരിപ്പിക്കരുത്, വെറുതെ മേത്തെ കയറരുത്. LDF നേതാക്കന്മാരോട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ടൂറിസം മേഖലയായിട്ട് മൂന്നാർ നല്ല രീതിക്ക് വന്നു വരുക. ഇതിങ്ങനെ LDF ഭരണം വരുന്നപ്പോൾ ഇടിയും പിടിയുമായിട്ട് ഇത് നശിപ്പിക്കുവോ ഇല്ലേ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് നല്ല മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇടിയും പൊളിയില്ല, ഇനി ഇടിയില്ല പൊളിയില്ല, പട്ടയവും സ്ഥലമേ. കഴിഞ്ഞ LDF ഭരണത്തിൽ ഇടിക്കത്താൻ ചെഞ്ഞെങ്കിൽ ഇപ്പൊ ഈ LDF ഭരണത്തിൽ എന്താ ഇടിക്കാൻ പിടിക്കും എന്താണ് എനിക്ക് കറക്റ്റ് സീസൺ തുടങ്ങുന്ന ടൈം എല്ലാമേ ഇടിക്കത്താ പറയുക. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ உள்ள பாவப்பட்ட ஜனங்கள் எல்லாரும் மேக்ஸிமம் பாத்தீங்கன்னா சொல்லியாங்க எல்லா டூரிசம் விകസனத்தை குறித்து டூரிசத்துக்கு வேண்டிட்டு தான் இருக்காங்க. நீங்க கலிஞ்ச வர்ணத்துல இதே மாதிரி குறை ரிசோர்ட் இப்பவும் அதே மாதிரி நல்ல நடவடிக்கைയാണ്. കേരളത്തിന്റെ മുன்னாൾ മുതലமைச்சர் இன்னைக்கு அச்சுவாத சார் ஒன்று പറഞ്ഞ ഒരു കാര്യം ഒരു ചുട്ടിക്കാട്ടാട്ടെ മാർക്സിസ്റ്റ്കാരുടെ ഇന്ന് രാവിലെ പറഞ്ഞത് സ്ഥലം കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിക്ക് മൂന്നാറിലെ എത്തും, ന്യായமான ഒരു തീരുമാനം കിട്ടും. ഇടിയാണെന്ന് പുള്ളി പറഞ്ഞത് ഉണ്മനാ ഇന്ന് രാവിലെ പറഞ്ഞത് മുன்னாൾ മുതലமைச்சർ അച്ചുവാദ സാർ പറഞ്ഞതാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടിയാണ്. അത് ഇനി കേരളത്തിൽ ഇല്ല. LDF സർക്കാർ ചെയ്യില്ല. ஒரு கேள்வி UDF காரங்களோட LDF சர்க்கார் வெறும் பேப்பரா குடிச்சு நாங்க ஒத்துக்கிறோம். அந்த பேப்பருக்கு எதுக்கு டி குமார் ஜில்லா பஞ்சாயத்து மெம்பரா இருக்கல 10 லட்சம் ரோடு குட்டியானல்ல போட்டாரு. குட்டியானல்ல போட்டாரு. ഞാനത് മറുപടി പറയാം. കുട്ടിയാർവേലിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഞാൻ റോഡ് കൊടുത്തതിന്റെ കാരണം ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് തുടർച്ചയായി 2500 പേർക്ക് അസൈൻമെന്റ് പേപ്പർ മാത്രമാണ് കൊടുത്തത്. ആ സ്ഥലം കൊടുക്കുമെന്ന് കരുതി ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, റോഡ് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ സ്ഥലം കൊടുത്തിട്ടുണ്ടോ? അതാണ് എന്റെ പ്രശ്നം. ഇവിടെ ചുമ്മാ കയ്യേറ്റം പറയുന്ന കാര്യമില്ല കേട്ടോ. ഇവിടെ ഈ ടൂറിസ്റ്റ് മേഖലയെ നന്നാക്കാൻ വേണ്ടി ഇവന്മാരെ എന്നാ ചെയ്തേക്കുന്നത്. அதாவது இது அரசியலா பேச விரும்பல, அரசியலா பேச விரும்பல. ஒரே ஒரு கேள்வி எல்லாருக்கும் சேர்த்து, அரசியல் எல்லா அரசியல் நண்பர்களெல்லாம் நம்பிதான் நாங்க பாவப்பட்டவங்க எல்லாருமே இருக்கோம். இது அரசியலா பேசுற இந்த ரெண்டு கவர்மெண்ட் ரெண்டு அரசியல்வாதிகள் சேர்த்து எங்களை மாதிரி பாவப்பட்டவங்களுக்கு என்ன பண்ண போறீங்கன்றது எங்க கொஸ்டின். நீங்க அரசியல் അല്ല ഈ രാഷ്ട്രീയക്കാർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഞങ്ങളെ ഹലോ പറഞ്ഞോ അപ്പൊ LDF സർക്കാരിനോട് ചോദിക്കാൻ ഒറ്റ ഒരു കാര്യമുള്ളൂ. പാവപ്പെട്ടവർ 2 സെന്റ് 3 സെന്റ് കൈകയറ്റം ചെയ്യുന്നവരോട് പോയി സ്ഥലം പണി ചെയ്യുന്നവരോട് സെറ്റ് പൊളിക്കാണ് കാര്യമൊക്കെ നടക്കുന്നുണ്ട്. ലക്ഷ്മി എസ്റ്റേറ്റ് 400 ഏക്കറും പള്ളിവാസിൽ പല റിസോർട്ടൊക്കെ കൃഷിഭൂമിയിൽ പണിയുന്നവർ ഇതുവരെ ഈ സർക്കാർ എന്തെങ്കിലും നടപടിക്ക് എടുത്തിട്ടുണ്ടോ ഈ 10 മാസ കാലഘട്ടത്തിൽ? അത് ചോദിക്കേ, മറുപടി പറ. സർക്കാർ നടപടിക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, കയ്യേറ്റങ്ങൾ ശക്തിയുമായി നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവരെ തൊടില്ല. 3 സെന്റ് 2 ഉള്ള പാവപ്പെട്ടവരെ തൊടില്ല. വൻകിടക്കാർ മേൽ നടപടി സ്വീകരിക്കും. അനുഭവം എന്നാണ് അവർ പറയുന്നത്. അനുഭവം അങ്ങനെ ചുമ്മാ അത് കള്ളമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ശശിയേട്ടൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുത്തുപാണ്ടി സാഹബൻ പറഞ്ഞു, ഇടുക്കി ജില്ലയില് ഏപ്രിൽ മാസം അവസാനം പട്ടയം കൊടുക്കുമെന്ന്. ഇടുക്കി ജില്ലയിൽ കൊടുക്കട്ടെ. ദേവികുളം കേടികച്ചിപ്പിൽ ഒരു പട്ടയം കൊടുക്കാൻ പറ്റും? ഒരു പട്ടയം ഉണ്ടോ? ഒരു പട്ടയം എഴുതി വെച്ചിട്ടുണ്ടോ? ഒറ്റ പട്ടയം. 10,000 പട്ടയം കൊടുക്കും. കേടികച്ചിലും പട്ടയം കൊടുക്കും. ഏപ്രിൽ 30 കൊടുത്തിരിക്കും. മുഖ്യമന്ത്രി 2016 മെയ് മാസം വരെ 5 വർഷക്കാലം UDF KDH ജില്ലയിൽ എത്ര പട്ടയം കൊടുത്തു? ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എല്ലാ വില്ലേജ് ഓഫീസുകളിലും പട്ടയ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു. 5 വർഷം 2016 വരെയുള്ള 5 വർഷക്കാലം UDF എത്ര പട്ടയം കൊടുത്തു KDH വില്ലേജില്? ഒരു പട്ടയം പോലും UDF കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. KDH വില്ലേജിൽ ഒരു പട്ടയം പോലും കഴിഞ്ഞ 5 വർഷക്കാലം UDF കൊടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. ഒരെണ്ണം പോലും കൊടുത്തില്ല. എല്ലാം ശരിയാകും എന്ന പരിപാടി നടന്നത് നമുക്കറിയാം. ഈ നാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന്, ഈ നാടെക്കുറിച്ച് എന്താണ് ഉദ്യോഗസ്ഥ ലോകം പരിതപിക്കുന്നത് എന്ന്, അതേക്കുറിച്ചുള്ള ഒരു ചർച്ചയുടെ സമഗ്ര രൂപമാണ് നാം ഇപ്പോൾ കണ്ടത്. നാളെ വീണ്ടും ഇതേ സമയം വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.